ഇപ്പോൾ ആംബുലൻസ് പാങ്ങ് LP സ്കൂളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു ടെമ്പോ ട്രാവലറിൽ യാത്രയ്ക്ക് പോയവർ 9 ആംബുലൻസുകളിലായിട്ട് തിരികെ വരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പുലർച്ചെയാണ് പൊള്ളാച്ചിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തിയാക്കി 9 പേരുടെയും മൃതദേഹങ്ങൾ 9 ആംബുലൻസുകളിലായി ഇപ്പോൾ സ്കൂളിൽ എത്തിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ആംബുലൻസ് വരുന്ന വഴിയിലെല്ലാം തന്നെ ധാരാളം ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തുന്ന കാഴ്ചയുണ്ട്. ഇതേപോലൊരു ട്രാവലർ അതിൽ 13 പേർ യാത്ര ആരംഭിക്കുന്നു. ഒടുവിൽ 9 ആംബുലൻസുകളിലായിട്ട് അവരൊരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയായി സ്കൂളിലേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ചയാണ്. സങ്കടകരമായ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കാഴ്ചയും അത്രമേൽ ഹൃദയവേദനയോടുകൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടേക്ക് ആംബുലൻസിന് വഴിയൊരുക്കി കൊടുത്തിരിക്കുന്നു. അവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന എല്ലാവരും ഇപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. VS സുജിത്ത് ആംബുലൻസുകളെല്ലാം ഇപ്പോൾ പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 9 ആംബുലൻസുകൾ, ഒരൊറ്റ ടെമ്പോ ട്രാവലറിൽ യാത്ര തിരിച്ചവർ 9 ആംബുലൻസുകളിലായിട്ടെത്തുന്ന ഹൃദയവേദനയോടുകൂടിയുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഈ ഗ്രൗണ്ട് ഒരിക്കലും ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് നാട്ടുകാരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. എത്രമേൽ ആഴമേറിയ, എത്രമേൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിത്. VS സുജിത്ത് മാറി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം. അതേ ആംബുലൻസും തന്നെയാണ് അവരെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ദയവ് ചെയ്ത് നമ്മുടെ മീഡിയ, അതുപോലെ വളണ്ടിയേഴ്സ്, പോലീസുകാരല്ലാത്ത ഒരാളും ആംബുലൻസിന്റെ കൂടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ദയവ് ചെയ്ത് സൗകര്യം ഒരുക്കി കൊടുക്കണം. ഡോക്ടർ, തീർച്ചയായിട്ടും അത്രമേൽ വേദനാജനകമായൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 9 ആംബുലൻസുകളും പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവസാനത്തെ ആംബുലൻസും ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. 9 പേരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് കോയമ്പത്തൂരിലെ, അവിടുത്തെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറപ്പെട്ടതാണ്. ഈ മനുഷ്യരെ ഇങ്ങനെ കാണാനല്ല ഈ നാട് ആഗ്രഹിച്ചതെന്നുള്ളതാണ്. ഈ അധ്യാപകരെ, ഇതിൽ അജിത ടീച്ചറൊക്കെ ഈ വർഷം വിരമിച്ച് പോകേണ്ടതാണ്. അങ്ങനെ വളരെ സ്വാഭാവികമായ ഒരു റിട്ടയർമെൻറ്റും അതിനുശേഷമുള്ള ജീവിതമൊക്കെ സ്വപ്നം കണ്ടതിനെക്കുറിച്ച് അജിത ടീച്ചർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു അധ്യാപിക പ്രീത ജോസഫ് എന്ന് പറയുന്ന പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെല്ലാം സ്വപ്നങ്ങൾ വിശ്രമ ജീവിതത്തെക്കുറിച്ചും അടുത്ത അധ്യാപന വർഷത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിന് ഈ വെക്കേഷനെക്കുറിച്ചുമൊക്കെ പ്ലാനുകളുണ്ടാവും. അധ്യാപകരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ടാവും. അധ്യാപകർക്ക് അവരുടെ മക്കൾ മാത്രമല്ലല്ലോ, ആ നാട്ടിലെ കുട്ടികൾ, അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ മക്കളാണ്. അങ്ങനെ ധാരാളം മക്കളുള്ള അധ്യാപകർ അമ്മമാരാണ്. ആ അമ്മമാരെ പോലെ സ്നേഹം ഉള്ള അധ്യാപകരുള്ള ഒരു സ്കൂളായിരുന്നു അത്. കാരണം ആ ഒരു ചെറിയ ഗ്രാമമാണ്, കുറുവ പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമം പാങ്ങ്. ആ പാങ്ങിലെ പാറമ്മൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ചെറിയ LP സ്കൂൾ. ആ LP സ്കൂളിൽ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു LP സ്കൂൾ. ആ കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ അധ്യാപകർ അവരൊന്നിച്ച് മടങ്ങുകയാണ് എന്നുള്ളതാണ്. അവരൊന്നിച്ചൊരു യാത്ര പോയി അവരൊന്നിച്ച് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ള വേദനാജനകമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ അധ്യാപികമാർക്കും ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും. അവരൊക്കെ ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു എന്നതിൻ്റെ തെളിവ് ഈ നാട്ടുകാർ ഒന്നടങ്കം പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്തേക്ക് എത്തിയിരിക്കും എന്നുള്ളതാണ്. കുറുവ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നുള്ള മനുഷ്യരാകെ, അവർ സ്ത്രീ പുരുഷ ഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങളും ഈ ഒരു പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്തേക്ക്, ഈ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന, ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഈ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആംബുലൻസിനകത്ത് വിതുമ്പിക്കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടത്, അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടത്. ആ നഷ്ടത്തിൻ്റെ ഓർമ്മകളിൽ വിതുമ്പുന്നൊരു മനുഷ്യർ, അവരെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോഴിതാ ഈ സ്കൂൾ മുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 9 പേർക്കും 9 ഫ്രീസറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വരിവരിയായി. ആദ്യത്തെ ഫ്രീസർ മുതൽ 9 ഫ്രീസറുകളിലും ഹിഷാം വരെ ആയിരിക്കും. ഹിഷാമാണ് അവസാനത്തെ ഫ്രീസറിൽ. അങ്ങനെ ഓരോരുത്തരെയും ഫ്രീസറുകളിലേക്ക് കിടത്തി അവിടെ ആ പ്രിയപ്പെട്ട നാടിന് മുഴുവൻ കാണുന്നതിന് വേണ്ടി, ഒരിറ്റ് കണ്ണീര് കൊണ്ട് അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് അവരുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു അവസരം ഇപ്പോൾ ഒരുങ്ങുകയാണ്. ആദ്യം ഈ സ്കൂളിലെ ഏറ്റവും കുഞ്ഞുങ്ങൾക്ക്, LP സ്കൂളിലെ കുട്ടികളാണ്, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ ഓർമ്മകളിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരാണ്. നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ പറഞ്ഞു, ഒരു ടൂറിൻ്റെ സമയത്ത്
പണമില്ലാതെ മാറിയുന്ന കുട്ടികളെ ചേർത്ത് പിടിച്ച് അവർക്ക് പണം നൽകി ടൂറിന് കൊണ്ടുപോയ കഥകളൊക്കെ, അങ്ങനെ എന്തെല്ലാം കഥകൾ ഈ കുട്ടികൾക്ക് ഓർത്തെടുക്കാനുണ്ടാവും. അങ്ങനെ കുരുന്നു മക്കളാണ് കാത്തിരിക്കുന്നത്, ആ കുരുന്നു മക്കളായിരിക്കും. രഞ്ജിത്ത്, ഏറെ ഉള്ളിലേക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സജു ദേവസ്യ കൂടി നമുക്കൊപ്പം ചേരുന്നു. സജു ദേവസ്യ, അവിടെ വോളണ്ടിയർമാരും വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പം സഹപ്രവർത്തകരും നാടിൻ്റെ ഈ സ്കൂളുമായിട്ട് പലതരത്തിൽ ബന്ധപ്പെട്ടതും നേരിട്ടുമല്ലാതെയും ഈ സ്കൂളിലെ അധ്യാപകരുമായിട്ടൊക്കെ ഇടപഴകിയവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. ഒരിക്കലും അവർ കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. 1 മണിക്കൂറാണോ ഇപ്പോൾ പൊതുദർശനത്തിന് നിശ്ചയിച്ചിരിക്കുന്നത് സജു? ഡോക്ടർ അരുൺകുമാർ, 1 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ കരുതുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ സാദിഖ് അലി തങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. സാദിഖ് അലി തങ്ങളുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം അകത്തേക്ക് പോവുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുമായും അന്ന് അഭിവാദ്യം ചെയ്തതിന് ശേഷം അകത്തേക്ക് പോവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള പൊതുദർശന സ്ഥലത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രി കൂടി എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്ന്, ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്നെല്ലാം അണമുറിയാതെ ഒഴുകി വന്ന നിരവധി മനുഷ്യർ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പ്രത്യേക ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞുവല്ലോ, ഹിഷാം വരെ നീണ്ടു നിൽക്കുന്ന ഭൗതികദേഹങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും ഇങ്ങോട്ടേക്ക് പൊതുദർശനത്തിനായി ഒരുക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം കൂടി എത്തുന്നുണ്ട്. നേരത്തെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഇതിനകം കാണുന്നുണ്ടല്ലോ. ഈ ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതായത് ഈ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രദേശത്തു നിന്നെല്ലാം, അതായത് ഇത് വല്ലാത്തൊരു വികാര വായ്പോടുകൂടി എങ്ങനെ വിട നൽകും, അതെങ്ങനെ ഇപ്പോഴും ഉൾക്കൊള്ളുമെന്ന് അറിയില്ല. ഈ നാടൊക്കെ വളരെയധികം കണക്റ്റഡ്. ഈ ഹയർ സെക്കൻഡറി സ്കൂൾ, തൊട്ടടുത്തുള്ള LP സ്കൂൾ, അതായത് പാങ് പള്ളിപ്പറമ്പ് LP സ്കൂളിലെ അധ്യാപകരും അവിടെ അതിന്റെ ഭാഗവുമായിരുന്ന മനുഷ്യരാണല്ലോ അവരെല്ലാം. ആ അധ്യാപകരെ നഷ്ടപ്പെടുന്നു. ആ കുരുന്നുകൾ, അവർ യഥാർത്ഥത്തിൽ ഇതിനെ ആദ്യം അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ആ GLP സ്കൂളിലെ കുട്ടികൾക്കാണ് ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് ഇതുവരെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച, അവരെ ഒരുക്കിയ, അവരെ പഠിപ്പിച്ച, അവരെ പാട്ടുകൾ പഠിപ്പിച്ച, അവരുടെ കളികളിലും ചിരികളിലും ഒപ്പം ഉണ്ടായിരുന്നവരാണ്. അവർ ഇല്ലാതായി പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാംസ്കാരിക രംഗത്തൊക്കെ ഏറ്റവും സജീവമായ 2 വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ കാണുന്ന, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഹയർ സെക്കൻഡറി സ്കൂളും ഈ അധ്യാപകരെല്ലാം പഠിപ്പിച്ചിരുന്ന GLP സ്കൂളും. അതിൽ ഈ നാടുമായി വളരെ കണക്റ്റഡ്. അതാണ് വിതുമ്പലോടെ ഇവിടെയുള്ള മനുഷ്യരെല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ആ അധ്യാപകർക്ക് വിട നൽകാൻ വേണ്ടിയാണ്. അത്രമേൽ ഉള്ളുലയ്ക്കുന്ന, അത്രമേൽ ഹൃദയത്തെ പൊള്ളിക്കുന്ന ഒരു വല്ലാത്ത വൈകാരിക സാഹചര്യമായി അത് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു ദുരന്തം ഈ നാട് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് സ്വപ്നേബി ധരിക്കാത്ത മനുഷ്യരാണ്. അവർക്കെല്ലാവർക്കും അതൊരു വല്ലാത്ത ഉള്ളുലയ്ക്കുന്ന, നടുക്കുന്ന ഒരു ഓർമ്മയായി അത് മാറുന്നു എന്നതാണ്. അതിന്റെ തെളിവുകൾ ഇവിടെയുണ്ട്. അതാണ് ഇങ്ങനെ ഈ പ്രദേശത്തുള്ള മനുഷ്യർ മുഴുവൻ ഇങ്ങോട്ടേക്ക് കണ്ണീരോടെ ഓടിയെത്തി. ഇവിടെ നടന്നു പോകുന്ന മനുഷ്യരൊക്കെ കണ്ണീരണിഞ്ഞ് നടന്നു പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോഴും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല.